ഇന്ന് വളരെ രസകരമായ, കേൾക്കുന്ന എല്ലാവർക്കും സന്തോഷം തരുന്ന സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു സംഭവത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ സംഭവം ഓരോരുത്തർക്കുമുള്ള ഒരു പാഠമാണ്. കാരണം ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഓരോ വീട്ടിലും ഓരോ യൂട്യൂബേഴ്സ് ഉണ്ടായിരിക്കും. അവരുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളും വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളുമൊക്കെ അവർ കണ്ടന്റുകളാക്കി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. അതിൽ നിന്നും ലഭിക്കുന്ന വരുമാനവും പ്രശസ്തിയും ഒക്കെ വീണ്ടും അവരെ വീഡിയോ ചെയ്യാനായി പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവർ തങ്ങളുടെ കണ്ടന്റാക്കി മാറ്റാനാണ് ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മേക്കപ്പ് ചെയ്യുന്നതും അടുത്തുള്ള കടയിലേക്ക് പോകുന്നതും പാത്രം കഴുകുന്നതും കുടുംബശ്രീക്ക് പോകുന്നതും വരെ ഇപ്പോൾ കണ്ടന്റുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ചില ചതികളെക്കുറിച്ചും ഓരോരുത്തരും ബോധവാന്മാരാകേണ്ടതുണ്ട്. അങ്ങനെ ഒരു വീട്ടമ്മയ്ക്ക് പറ്റിയ വലിയ ഒരു അമളിയുടെ കഥയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. 1,00,000-ലധികം ഫോളോവേഴ്സുള്ള മധ്യപ്രദേശ് സ്വദേശിനിയായ രചന എന്ന വീട്ടമ്മയ്ക്കാണ് വലിയ ഒരു ചതി പറ്റിയത്. ഇത്തരക്കാർ ഓരോ ദിവസവും എഴുന്നേൽക്കുന്നത് പോലും ഇന്ന് എന്ത് കണ്ടന്റ് ഉണ്ടാക്കാമെന്ന് ആലോചിച്ചുകൊണ്ടായിരിക്കും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ വീട്ടമ്മ തന്റെ ഹോം ടൂർ വീഡിയോ ആയിരുന്നു ചെയ്തത്. ആ വീഡിയോയിൽ തന്റെ വീട്ടിലേക്ക് എത്താനുള്ള വഴികളും വീട്ടിലെ ഓരോ മുറികളും അലമാറകളും ഒക്കെ വീട്ടമ്മ വിവരിച്ച് നൽകുന്നുണ്ടായിരുന്നു. നിരവധി ആളുകൾ ഈ വീഡിയോയ്ക്ക് ലൈക്കും കമന്റും ഒക്കെ നൽകി. തൊട്ടടുത്ത ദിവസം തന്നെ വീട്ടമ്മ പുതിയൊരു വീഡിയോ ഇട്ടു. തന്റെ ആഭരണങ്ങളുടെ ശേഖരത്തെക്കുറിച്ചുള്ള വീഡിയോ ആയിരുന്നു അത്. തന്റെ കയ്യിലുള്ള ട്രഡീഷണൽ ആയിട്ടും മറ്റുമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഒരു മേശയുടെ മുകളിൽ നിരത്തിവെച്ച് തന്റെ പ്രേക്ഷകർക്കായി അതെല്ലാം വിവരിച്ചു കൊടുക്കുന്ന വീഡിയോ ആയിരുന്നു അത്. എന്നാൽ ഈ വീഡിയോയ്ക്ക് പിന്നാലെയാണ് ആ വലിയ ചതി സംഭവിക്കുന്നത്. ഇവരുടെ വീട്ടിലേക്കുള്ള വഴികളും വീട്ടിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഒക്കെ കണ്ട ഏതോ മോഷ്ടാക്കൾ കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചയോടുകൂടി ഇവരുടെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. വീടിനുള്ളിൽ അതിക്രമിച്ചു കയറിയ മോഷ്ടാക്കൾ ഉറങ്ങിക്കിടക്കുകയായിരുന്ന രചനയെയും ഭർത്താവിനെയും മുറിക്കുള്ളിൽ പൂട്ടിയിട്ടു. തുടർന്ന് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പണവും സ്വർണ്ണാഭരണങ്ങളും അടക്കം കവർന്ന് മോഷ്ടാക്കൾ കടന്നു കളയുകയും ചെയ്തു. CCTV ക്യാമറയിൽ കാര്യങ്ങൾ പതിയാതിരിക്കാൻ വീട്ടിലെ CCTV ക്യാമറകൾ തിരിച്ചുവെക്കുകയും ചെയ്തിരുന്നു. പുലർച്ചെ 4 മണിയോടുകൂടി വെള്ളം കുടിക്കാനായി രചന എഴുന്നേറ്റപ്പോഴാണ് മുറി പുറത്തുനിന്നും പൂട്ടിയതായി ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് ഫോണിലൂടെ ബന്ധുക്കളെ വിളിച്ചു വരുത്തിയാണ് വാതിൽ തുറക്കുന്നത്. വീട് മുഴുവൻ പരിശോധിച്ചപ്പോഴാണ് വീടിന്റെ ലോക്കർ തകർത്ത നിലയിൽ കണ്ടെത്തുന്നത്. 2 ലക്ഷത്തോളം രൂപയും ഒരു സ്വർണ്ണമാലയും 4 സ്വർണ്ണമോതിരങ്ങളും അടക്കം 10 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് രചന പോലീസിനോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതുകൂടാതെ വ്യാപാരിയായ ഭർത്താവ് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 8,000 രൂപ വില വരുന്ന റെഡ് ബുൾ എനർജി ഡ്രിങ്കുകളുടെ ഒരു പെട്ടിയും മോഷ്ടാക്കൾ എടുത്തുകൊണ്ടുപോയിട്ടുണ്ട്. രചനയുടെ വീഡിയോകൾ കണ്ടതിന് പിന്നാലെയാണ് കള്ളന്മാർക്ക് വീടിന്റെ കൃത്യമായ പ്ലാനും സാധനങ്ങളിരിക്കുന്ന ഇടവും മനസ്സിലാക്കാൻ സഹായകരമായത് എന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. എന്തായാലും സംഭവത്തിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഊർജിതമായ അന്വേഷണം തുടരുകയാണ്. ഒരു യൂട്യൂബ് വീഡിയോ കുടുംബത്തിന് വരുത്തിവെച്ച വിനയുടെ കഥ കൂടിയാണ് ഇപ്പോൾ എന്തായാലും മധ്യപ്രദേശിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. ഈ സംഭവം എന്തായാലും നമ്മുടെ പുതിയ കാല യൂട്യൂബർമാർക്ക് ഒരു വലിയ പാഠം തന്നെയാണ്.